അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഹിയ്യത്ത് കർമ്മം കൂറായി നിർവഹിക്കുമ്പോൾ എല്ലാ ഷെയറുകാരും ഉദ്ഹിയ്യത്ത് എന്ന് തന്നെ ഉദ്ദേശിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ ഉദ്ദേശിക്കൽ ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ചവരുടെ ഉദ്ഹിയ്യത്ത് സാധുവാകുന്നതിന് തടസ്സവുമല്ല. ഒരു മാടിനെ അല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ ബലി കൊടുക്കുന്നു. അതിൽ ഷെയർ എടുത്ത 7 ആളുകളിൽ ഒരാൾ മാത്രം ഉദ്ഹിയ്യത്തിനെ ഉദ്ദേശിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം വിവിധങ്ങളായ ഉദ്ദേശ്യങ്ങളാണ്. അഖീഖത്ത് ഉദ്ദേശിച്ചവരുണ്ട്, തമത്തുഇന്റെ ഫിദിയ ഉദ്ദേശിച്ചവരുണ്ട്. അങ്ങനെ പല പല ഉദ്ദേശ്യക്കാരുമാണ് ഒരു മൃഗത്തിൽ ഷെയർ എടുത്ത ആളുകൾ എങ്കിലും ഉദ്ഹിയ്യത്ത് ഒരാളെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മൃഗത്തെ ഉദ്ഹിയ്യത്ത് അറവ് നടത്തിയതായി പരിഗണിക്കപ്പെടുന്നതാണ്. വസവാഉൻ ഇത്തഫഖൂ ഫീ നൗഇൽ ഖുർബ അം ഇഖ്തലഫു കമാ ഇദാ ഖസദ ബഅ്ദുഹും അത്തൽഹിയ വബഅ്ദുഹും അൽ ഹദിയ. കിതാബുകളിലൊക്കെ അങ്ങനെ കാണാൻ കഴിയും. ഷെയർ എടുത്ത എല്ലാവരും ഒരേ ആരാധന മാത്രം ഉദ്ദേശിച്ചു കൊള്ളണമെന്നില്ല. വിവിധങ്ങളായ ആരാധനകൾ ഉദ്ദേശിക്കാം. അങ്ങനെ ഉദ്ദേശിച്ചാലും ഉദ്ഹിയ്യത്ത് എന്ന ഉദ്ദേശ്യം ഒരാൾക്കുണ്ടെങ്കിൽ ആ മൃഗത്തെ ഉദ്ഹിയ്യത്തായി അറവ് നടത്തപ്പെട്ടതായി പരിഗണിക്കപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ഉദ്ഹിയ്യത്ത് സാധുവാകുന്നതും അദ്ദേഹത്തിൻ്റെ വിഹിതം ഉദ്ഹിയ്യത്തിൻ്റെ മാംസം കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യേണ്ടതുമാണ്. ഇവിടെ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തുഹ്ഫയിൽ വഇൻ അറാദ ബഅ്ദുഹും മുജറദ ലഹ്മിൻ, ചില ഷെയറുകാർ കേവലം മാംസം മാത്രമാണ് ഉദ്ദേശിച്ചതെങ്കിൽ പോലും യാതൊരുവിധ കുഴപ്പവുമില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. ഒരാൾ ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഒരു മാടിനെ പൂർണ്ണമായും വില കൊടുത്ത് വാങ്ങി അറവ് നടത്താൻ ശേഷിയില്ല. തൻ്റെ കൂടെ ഷെയറുകാരായി കൂടാൻ ആളുകൾ കിട്ടിയതും ഇല്ല. എന്നാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു മാംസ കച്ചവടക്കാരനുമായി ധാരണയാവാം. എന്താണ് ധാരണ? ഞാൻ നിങ്ങളുമായി കൂറു ചേർന്ന് ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്നു. 7ൽ ഒരു ഭാഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി 6 ഭാഗവും നിങ്ങൾക്ക് മാംസത്തിനായി എടുക്കാം, കച്ചവടത്തിനായി നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഞാൻ 7ൽ1 ഉദ്ഹിയ്യത്തിൽ സംബന്ധിക്കുന്നത് കൊണ്ട് ആ മൃഗത്തെ അറവ് നടത്തുന്ന സമയത്ത് എൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് എന്ന് ഞാൻ നിയ്യത്ത് വെക്കുന്നു. ആ രീതിയിൽ നമുക്ക് ഒരുമിച്ച് ഒരു മൃഗത്തെ അറവ് നടത്തിക്കൂടെ എന്ന ശൈലിയിൽ ഒരു മാംസക്കച്ചവടക്കാരനുമായി ധാരണയാവുകയാണെങ്കിൽ യാതൊരുവിധ കുഴപ്പവുമില്ല. ആ മൃഗത്തെ അറവ് നടത്തുന്ന സമയത്ത് ഇദ്ദേഹം ഉദ്ഹിയ്യത്തിനെ നിയ്യത്ത് വെച്ചാൽ മതി. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഉദ്ഹിയ്യത്ത് സാധുവാകുന്നതാണ്. ഇവിടെ മറ്റൊരു സൗകര്യം കൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതെന്താണ്?
ഒരാൾ തൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്കുള്ള അഖീഖത്ത് നിർവഹിച്ചിരുന്നില്ല. എന്നാൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നാട്ടിൽ നടക്കുന്ന ഉദ്ഹിയ്യത്ത് കർമ്മത്തിൻ്റെ കൂടെ തൻ്റെ കുട്ടിയുടെ അഖീഖത്ത് നിർവഹിക്കാൻ കൂടിയുള്ള സൗകര്യമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒരു മാടിനെ പൂർണ്ണമായും അഖീഖത്ത് ആയി നിർവഹിക്കാൻ സാമ്പത്തിക കഴിവില്ലാത്ത ആളുകൾക്കൊക്കെ ഈ മസ്അല ഉപകാരപ്പെടും. നാട്ടിൽ ഒരു ഉദ്ഹിയ്യത്ത് നടക്കുന്നു, 7 ആളുകൾ ഷെയറാകുന്നു. അതിൽ 6 പേരും ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്നു, ഒരാൾ അഖീഖത്ത് ഉദ്ദേശിക്കുന്നു. എന്നാൽ താൻ ഉദ്ദേശിച്ചതെന്തോ അതായാണ് തൻ്റെ വിഹിതത്തിൽ അറവ് നടന്നതായിട്ട് പരിഗണിക്കപ്പെടുക. അപ്പം അങ്ങനെ സ്വന്തമായി അഖീഖത്ത് നിർവഹിക്കാൻ കഴിയാത്തവർക്ക് ഉദ്ഹിയ്യത്തിൻ്റെ കൂടെ 1/7 ഷെയർ എടുത്ത് അഖീഖത്ത് നിർവഹിക്കാനുമുള്ള സൗകര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി